ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. മാർച്ച് 29 മുതൽ ഏപ്രിൽ 2 വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 1 നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫയേഴ്സ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2025 2025 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മലിനമായ 6ാമത്തെ രാജ്യമായി തുടരുന്നു. ഏറ്റവും മലിനമായ രാജ്യം പാകിസ്ഥാനാണ്. തൊട്ടുപിന്നിൽ ബംഗ്ലാദേശും താജിക്കിസ്ഥാനുമാണ്. ഏറ്റവും മലിനമായ നഗരം ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ലോണിയാണ്. ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് എന്നത് PM 2.5 ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആഗോള വായു മലിനീകരണത്തെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തലാണ്. ഇത് പ്രസിദ്ധീകരിക്കുന്നത് സ്വിസ് കമ്പനിയായ IQ എയർ ആണ്. ആഗോളതലത്തിൽ മലിനമായ 100 നഗരങ്ങളിൽ 66 എണ്ണവും ഇന്ത്യയിലാണെന്നത് മലിനീകരണത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. അഗ്നൈറ്റ് ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് സ്വകാര്യ മേഖലയിലെ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അഗ്നികുൽ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിനാണ് അഗ്നൈറ്റ്. ഈ അഗ്നൈറ്റിന് അസംബ്ലി ആവശ്യമില്ല. അതുപോലെ തന്നെ റോക്കറ്റ് നിർമ്മാണ സമയം മാസങ്ങളിൽ നിന്ന് ദിവസങ്ങളായി കുറയ്ക്കുവാൻ, ഏകദേശം 7 ദിവസമായി കുറയ്ക്കാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നു. 2024 മെയ്യിൽ അഗ്നികുൽ വികസിപ്പിച്ച റോക്കറ്റാണ് അഗ്നിബാൺ. 14th മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓഫ് WTO ലോക വ്യാപാര സംഘടനയുടെ അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കുന്ന ബോഡിയാണ് മന്ത്രിതല സമ്മേളനം അഥവാ മിനിസ്റ്റീരിയൽ കോൺഫറൻസ്. WTO അംഗരാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 14ാമത് മന്ത്രിതല സമ്മേളനം 2026 മാർച്ച് 26 മുതൽ 29 വരെ കാമറൂണിലെ യാവുണ്ടയിൽ നടന്നു. സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കാമറൂണിൻ്റെ വാണിജ്യമന്ത്രിയായ ലൂക്ക് മാഗ്ലോയർ എംബാർഗെ ആയിരുന്നു. ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ബഹുമുഖ വ്യാപാര കരാറുകളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുക, ആഗോള വ്യാപാര നയങ്ങൾ രൂപീകരിക്കുക എന്നിവയൊക്കെയാണ്. ഇനി WTOയെക്കുറിച്ച് നമുക്ക് നോക്കാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1995 ജനുവരി 1 ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവ. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഡോക്ടർ എൻഗോസി ഓക്കോഞ്ചോ ഇവാല. ഹോക്കി ഇന്ത്യ ആനുവൽ അവാർഡ്സ് 2025 8ാമത് ഹോക്കി ഇന്ത്യ വാർഷിക അവാർഡ് 2025 ന്യൂഡൽഹിയിൽ വെച്ച് മാർച്ച് 28 നടന്നു. പ്രധാന വിജയികൾ: പ്ലെയർ ഓഫ് ദ ഇയർ പുരുഷ വിഭാഗത്തിൽ ഹാർദിക് സിംഗും സ്ത്രീ വിഭാഗത്തിൽ നവനീത് കൗറും കരസ്ഥമാക്കി. 20 ലക്ഷം രൂപ വീതമാണ് സമ്മാനത്തുക. മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത് സഫർ ഇക്ബാലിനാണ്. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അണ്ടർ 21 അപ്കമിംഗ് പ്ലെയറിനുള്ള പുരുഷ വിഭാഗത്തിലെ ജുഗ്രാജ് സിംഗ് അവാർഡ് നേടിയത് പ്രിൻസ് ദീപ് സിംഗ് ആണ്. അതുപോലെ തന്നെ അണ്ടർ 21 അപ്കമിംഗ് പ്ലെയറിനുള്ള സ്ത്രീ വിഭാഗത്തിലെ അവാർഡായ അസുന്ത ലക്ര അവാർഡ് ലഭിച്ചത് സാക്ഷി റാണയ്ക്കാണ്. 10 ലക്ഷം രൂപ വീതമാണ് സമ്മാനത്തുക. ഐക്യരാഷ്ട്രസഭ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ അഥവാ UN പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ടാസ്ക് ഫോഴ്സ് രൂപീകരണം പ്രഖ്യാപിച്ചത്. ലക്ഷ്യം പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കാരണം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യയാത്ര തടസ്സപ്പെടുന്നത് ഒഴിവാക്കുക, മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ എത്തിക്കുക എന്നിവയാണ്. ടാസ്ക് ഫോഴ്സിൻ്റെ തലവൻ ജോർജ് മൊറേറ ഡ സിൽവ. ഇദ്ദേഹം UN ഓഫീസ് ഫോർ പ്രൊജക്ട് സർവീസസിൻ്റെ അതായത് UNOPSൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഇനി ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 ആസ്ഥാനം ന്യൂയോർക്ക് സിറ്റിയിലെ മാൻഹട്ടൻ. 193 അംഗരാജ്യങ്ങളാണുള്ളത്. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. NCBC ചെയർപേഴ്സൺ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സണായി സാധ്വി നിരഞ്ജൻ ജ്യോതി ചുമതലയേറ്റു. മുൻ ചെയർപേഴ്സൺ ഹൻസ്രാജ് ഗംഗാറ മഹിർ ആയിരുന്നു. ഭരണഘടനയുടെ 338B അനുച്ഛേദപ്രകാരമാണ് NCBC പ്രവർത്തിക്കുന്നത്. NCBCയുടെ ലക്ഷ്യം OBC വിഭാഗങ്ങളുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുക എന്നതാണ്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ അതായത് KSCBCയുടെ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരനാണ്. RBI പേയ്മെൻറ്റ്സ് വിഷൻ 2028 ഡിജിറ്റൽ പേയ്മെൻറ്റ് എക്കോസിസ്റ്റം ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ 2026 മാർച്ചിൽ RBI പേയ്മെൻറ്റ്സ് വിഷൻ 2028 പുറത്തിറക്കി. ഇതിൻ്റെ തീം ഷേപ്പിംഗ് ഇന്ത്യാസ് പേയ്മെൻറ്റ് ഫ്രോണ്ടിയർ.
ലക്ഷ്യം ബാങ്ക് അക്കൗണ്ട് പോർട്ടബിലിറ്റി പ്രാപ്തമാക്കുക, ഡിജിറ്റൽ പേയ്മെൻറ്റുകളിലെ സംഘർഷം കുറയ്ക്കുക, ഉപഭോക്തൃ ശാക്തീകരണം വർദ്ധിപ്പിക്കുക, അതിർത്തി കടന്നുള്ള പണമടയ്ക്കൽ പരിഷ്കരിക്കുക എന്നിവയാണ്. എർത്ത് അവർ 2026 2026 ഭൗമ മണിക്കൂർ അഥവാ എർത്ത് അവർ മാർച്ച് 28 രാത്രി 8:30 മുതൽ 9:30 വരെ ആചരിച്ചു. WWF അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആഗോള പരിപാടിയിൽ 1 മണിക്കൂർ നേരത്തേക്ക് അനാവശ്യ ലൈറ്റുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അണച്ചിടുന്നു. ഇതിൻ്റെ ഉദ്ദേശം ഊർജ്ജ സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും എന്നുള്ളതാണ്. 2007 WWF ഭൗമ മണിക്കൂർ ആചരിച്ചു തുടങ്ങിയത്. പുതിയ ചിത്രശലഭ ഇനം. അരുണാചൽ പ്രദേശിലെ ലേപരദ ജില്ലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ചിത്രശലഭ ഇനമാണ് യൂത്താലിയ സുബീൻ ഗാർഗി. അസമീസ് ഗായകൻ സുബീൻ ഗാർഗിനോടുള്ള ആദരസൂചകമായാണ് ചിത്രശലഭത്തിന് ഈ പേരിട്ടത്. ബസാർ ഡ്യൂക്ക് എന്നും വിളിക്കപ്പെടുന്ന ഈ അപൂർവ ഇനം ചിത്രശലഭത്തിന് ഒലിവ് ബ്രൗൺ ചിറകുകളിൽ വെള്ളപ്പൊട്ടുകളുണ്ട്. അരുണാചൽ പ്രദേശിൻ്റെ ചില വിവരങ്ങൾ നമുക്ക് നോക്കാം. അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഇറ്റാനഗറാണ്. മുഖ്യമന്ത്രി പേമ ഖണ്ഡു. ഗവർണർ ലഫ്റ്റനൻറ്റ് ജനറൽ കൈവല്യ ത്രിവിക്രം പർനായിക്. CCTV നിയന്ത്രണം. 2026 ഏപ്രിൽ 1 മുതൽ ചൈനീസ് CCTV കമ്പനികൾക്ക് ഇന്ത്യയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഹിക് വിഷൻ, ദഹുവ, TP-Link തുടങ്ങിയ പ്രമുഖ ചൈനീസ് കമ്പനികളുടെ ക്യാമറകൾക്കാണ് നിയന്ത്രണം കൊണ്ടുവന്നത്. ദേശീയ സുരക്ഷയും ഡാറ്റ സ്വകാര്യതയും കണക്കിലെടുത്ത് ഈ ക്യാമറകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടി. ഇനി മുതൽ സ്റ്റാൻഡേർഡൈസേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ അഥവാ STQC അംഗീകാരമുള്ള CCTVകൾ മാത്രമേ വിൽക്കാൻ സാധിക്കൂ. നിലവിൽ ഉപയോഗത്തിലുള്ളവയെ ഇത് ബാധിക്കില്ല. എന്നാൽ പുതിയവ വാങ്ങുമ്പോൾ STQC അംഗീകാരമുണ്ടെന്ന് ഉറപ്പാക്കണം. ഈ നിയന്ത്രണം CP+, ക്യൂബോ തുടങ്ങിയ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് വിപണിയിൽ കൂടുതൽ അവസരം ഒരുക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.